സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ 1,00,000-ലേറെ വിശ്വാസികളാണ് ഇന്നലെ തടിച്ചുകൂടിയത്. പുതിയ മാർപ്പാപ്പ ആരാണെന്നറിയാനുള്ള അവരുടെ ആകാംക്ഷ ആഹ്ലാദ ആരവമായി മാറുകയായിരുന്നു പിന്നീട്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് മേധാവി അജയ് ജോയ് ചേരുന്നുണ്ട്. അജയ് ജോയ്, നിരവധി അപൂർവതകളുടെ നേട്ടവുമായാണ് പുതിയ മാർപ്പാപ്പ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് മാർപ്പാപ്പയായി എത്തുന്നത്. എന്തൊക്കെ സവിശേഷതകളാണ് ലിയോ 14 എടുത്തു പറയാനുള്ളത്? ജീന, നിശ്ചയമായും ഒരുപാട് സവിശേഷതകൾ വ്യക്തമായി പറയേണ്ടി വരും. കാരണം ആദ്യത്തെ വടക്കേ അമേരിക്കൻ മാർപ്പാപ്പയാണ് ലോകത്തിന് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അന്യൂനതയായി പറയുക. ഒരു പക്ഷേ തെക്കേ അമേരിക്കയിലാണ് ഫ്രാൻസിസ് പിതാവിൻ്റെ വേരുകൾ ഉള്ളതെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അമേരിക്കകളിൽ നിന്ന് രണ്ടാമത്തെ മാർപ്പാപ്പയായി വരുന്നു എന്നുള്ളൊരു പ്രാധാന്യം കൂടിയുണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ പുറത്തേക്ക് പേപ്പൽ ലെഗസി പോവുകയാണ്. അത് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്ന് കൃത്യമായി പറയാം. മറ്റൊന്നുള്ളത്, അദ്ദേഹം ഒരേ സമയം പെറുവിൻ്റെയും അതേസമയം US-ൻ്റെയും പൗരനാണ്. കാരണം അദ്ദേഹം ജനിച്ചത് ഷിക്കാഗോയിലാണ്. ഷിക്കാഗോയിൽ അദ്ദേഹത്തിൻ്റെ പരമ്പര എന്ന് പറയുന്നത് തന്നെ കുടിയേറ്റ ഒരു വംശ പരമ്പരയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റാലിയൻ, ഫ്രഞ്ച് വംശ പാരമ്പര്യത്തിലുള്ള പിതാവ്, ഒപ്പം ക്രിയോൾ, അതായത് കുറച്ചൊക്കെ ആഫ്രിക്കൻ വംശപാരമ്പര്യവും അതുപോലെ തന്നെ യൂറോപ്യൻ വംശപാരമ്പര്യമുള്ള അമ്മയുടെ പാരമ്പര്യം, ഇതെല്ലാം ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു ജനനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ സാധിക്കും. തുടക്കം അദ്ദേഹം ഷിക്കാഗോയിലാണ്, പിന്നീടാണ് അദ്ദേഹം പെറുവിലേക്ക് മിഷണറി ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം പെറുവിൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധിയെന്ന് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. രണ്ടാമത്തെ വസ്തുത, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന പ്രദേശത്തുനിന്ന് വരുന്ന 13-ാം നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി ഒരു മാർപ്പാപ്പ വരികയാണ്. 13-ാം നൂറ്റാണ്ടിലായിരുന്നു അവസാനം അഡ്രിയൻ 4 ഇംഗ്ലണ്ട് പ്രദേശത്തു നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടായത്. അതിനുശേഷം ഇന്നേ വരെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരു പ്രദേശത്തു നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടായിട്ടില്ല. അതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനേക്കാളും വലിയ പ്രത്യേകത, അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. അത് മറ്റൊരു സവിശേഷതയായി നിലനിൽക്കെ തന്നെ ഒരുപാട് അന്യൂനതകൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പോടുകൂടി നേടുന്നുണ്ട്. ജീന, അജയ്, ഒപ്പം തന്നെ അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ നിന്നുള്ള ഒരു മാർപ്പാപ്പ എത്തുന്നു എന്നുള്ളത് വളരെ വലിയൊരു സവിശേഷതയാണ്. ഇതിനെ അമേരിക്ക എങ്ങനെയായിരിക്കും നോക്കിക്കാണുക, പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണകൂട നയങ്ങൾക്കൊക്കെ എതിരെ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ? ജീന, നിലവിൽ വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് അമേരിക്ക മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇന്നലെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് അമേരിക്കയ്ക്കുള്ള അംഗീകാരം എന്ന നിലയ്ക്കാണ്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ തയ്യാറെടുക്കുന്നു എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്, തൻ്റെ എക്സിൽ കൂടി കുറിച്ചത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഒരു കത്തോലിക്കനാണ്. അദ്ദേഹവും വളരെയധികം, JD വാൻസ്, അദ്ദേഹവും വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്നലെ വന്നത്. അതുകൂടാതെ ഷിക്കാഗോയുടെ എമ്പാടും, ഇദ്ദേഹത്തിൻ്റെ വേരുകൾ നിൽക്കുന്നത് ഷിക്കാഗോ ആയതുകൊണ്ട് ഷിക്കാഗോയിലെമ്പാടും ആഹ്ലാദത്തിൻ്റെ സന്ദേശവും ആഹ്ലാദം ഒക്കെയാണ് അവിടുത്തെ പള്ളികളിലും വിശ്വാസികളിലും ഒക്കെ ഇടയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ജീന പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. കാരണം പല വിഷയങ്ങളിലും അദ്ദേഹം ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളോട് നീരസം അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് പ്രത്യേകിച്ചും എൽ സാൽവദോറിലെ ജയിലുകളിലേക്ക് അഭയാർത്ഥികളെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ അയക്കണം എന്നൊരു നിലപാട് ട്രംപ് എടുത്തപ്പോൾ ഈ ലോകത്തിൽ എല്ലാവരുടെയുമാണ് ഈ ലോകം എന്ന തരത്തിൽ അദ്ദേഹം തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അപ്പോൾ ആ നിമിഷത്തിൽ അദ്ദേഹത്തിനെതിരെ ട്രംപ് അനുകൂലികളായ പലരും രംഗത്ത് വന്നതും ഇത്തരത്തിൽ പരാമർശത്തിന് വിധേയമാകേണ്ടി വരും. ജീന, ശരി. ഒപ്പം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ പേപ്പൽ തുടർച്ച വത്തിക്കാൻ വൃത്തങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു തുടർച്ചയാണ് ഇദ്ദേഹം എന്നുള്ളത്. അതിനെ എങ്ങനെ വിലയിരുത്താം? ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്കുകളിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഒന്ന്, അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ വിശ്വാസ സമൂഹത്തോട് ആദ്യം തന്നെ പറഞ്ഞത് സമാധാനം നിങ്ങളോട് കൂടെ എന്നൊരു വാക്കാണ്. അത് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് യേശുക്രിസ്തുവിൻ്റെ പിറവി പ്രഖ്യാപിച്ചുകൊണ്ട് മാലാഖമാർ വന്ന് ആദ്യം പറയുന്ന വാക്കുകളാണ് സമാധാനം നിങ്ങളോട് കൂടെ. ഇന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിൻ്റെ
ബൈബിൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ അതിലുണ്ട്. യൂറോപ്പിൽ യുദ്ധം നടക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ നിറയെ യുദ്ധം നിറഞ്ഞു നിൽക്കുന്നു, നമ്മുടെ ഉപഭൂഖണ്ഡത്തിലും യുദ്ധത്തിൻ്റെതായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സമാധാനത്തിൻ്റെ ഒരു സന്ദേശവുമായി വരുമ്പോൾ അദ്ദേഹം ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു പിന്തുടർച്ചാവകാശിയാണ് എന്ന് വേണമെങ്കിൽ ഒരു കണക്കിന് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചൊരു വ്യത്യാസം മനസ്സിലാവും. ഫ്രാൻസിസ് പിതാവ് അദ്ദേഹം മാർപ്പാപ്പയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മുതൽ ഒരിക്കലും ചുവന്ന മേലങ്കി, പൊതുവെ പേപ്പൽ അധികാരം എന്ന രീതിയിൽ കാണുന്ന ഒരു ചുവന്ന ഒരു മേലങ്കിയുണ്ട്, അത് കൂടാതെയായിരുന്നു ഫ്രാൻസിസ് പിതാവ് വന്നത്. കാരണം അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക്, ദാരിദ്ര്യം ഒരു നന്മയായി, ഒരു പ്രധാനപ്പെട്ട വിർച്യുവായി കാണുന്ന ഫ്രാൻസിസ് പുണ്യാളൻ്റെ പാരമ്പര്യം തേടിയിരുന്ന ഫ്രാൻസിസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ചുവന്ന മേലങ്കി അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ പുതിയ മാർപ്പാപ്പ എന്ന നിലയ്ക്ക് അത്തരം കാര്യങ്ങളിൽ പരമ്പരാഗതമായ ഇത്തരം ചിഹ്നങ്ങളിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യാൻ പുതിയ പിതാവ് തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ആ വേഷവിധാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അപ്പോഴും ഞാൻ പറയേണ്ടിയിരിക്കുന്നു, ഫ്രാൻസിസ് പിതാവിൻ്റെ തൊട്ടടുത്ത ടീമിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയുള്ള ടീം അംഗമായിരുന്നു ഇദ്ദേഹം എന്ന് തന്നെ ഒരു വിശകലനം നടത്തേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിനെ കർദിനാളാക്കിയത് വളരെ അടുത്തിടെയാണ്, 2023-ൽ ഫ്രാൻസിസ് പിതാവിൻ്റെ സമയത്ത് തന്നെയാണ് അദ്ദേഹം ബിഷപ്പാകുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയെന്ന് പറയുന്നത് ഡൈക്കാസ്ട്രി ഫോർ ബിഷപ്പ് എന്നൊരു സംഘടന വത്തിക്കാനിലുണ്ട്. അത് ലത്തീൻ സഭയ്ക്കുള്ളിലെ ബിഷപ്പുമാരുടെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഈ സംഘടനയുടെ പ്രീഫെക്റ്റായിട്ട് ഫ്രാൻസിസ് പിതാവ് തിരഞ്ഞെടുത്തതും റോബർട്ട് പ്രൊവോസ് കർദിനാളിനെ തന്നെയായിരുന്നു. അപ്പം പല രീതിയിലും അതുമാത്രമല്ല, ഈ ഡൈക്കാസ്ട്രിയിലേക്ക് സ്ത്രീകളെയും അംഗങ്ങളാക്കണം എന്ന നിലപാട് ഫ്രാൻസിസ് പിതാവ് എടുത്തപ്പോൾ അതിനെ സർവാത്മ സ്വാഗതം ചെയ്ത വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഉള്ള പോപ്പ് 14-ാമൻ. അപ്പോൾ ആ ഒരു തലത്തിൽ പല രീതിയിലും ഒരു പിന്തുടർച്ച നമുക്ക് ഈ വിഷയത്തിൽ കാണാം. അത് അഭയാർത്ഥി വിഷയത്തിലാവട്ടെ, ഒരു തുറന്ന സമീപനത്തിൻ്റെ വിഷയത്തിലാവട്ടെ, പല കാര്യങ്ങളോടും ഇത്രയും നാൾ അടഞ്ഞു നിന്നിരുന്നൊരു വ്യവസ്ഥയുടെ സ്ഥാനത്ത് സുതാര്യമായ ഒരു വ്യവസ്ഥ വേണം എന്നാഗ്രഹിക്കുന്ന പുരോഗമനവാദികളുടെ ചില പക്ഷങ്ങളാണെങ്കിലും ശരി, ഒക്കെ പുതിയ പോപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വശങ്ങളിൽ പഴയ പോപ്പിൻ്റെ ഫ്രാൻസിസ് പിതാവിൻ്റെ പിന്തുടർച്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. പക്ഷേ അതിനർത്ഥം സമ്പൂർണമായും യാഥാസ്ഥിതിക പക്ഷത്തിന് അനഭിമുഖനാണ് എന്നില്ല. കാരണം 2/3 പിന്തുണയുള്ള ഒരാൾക്ക് മാത്രമേ മാർപ്പാപ്പയായി ഉയരാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് തന്നെ സമ്മതി, എല്ലാവരുടെയും ഒരു പൊതുസമ്മതമായ വ്യക്തിയാവണം എന്നുള്ള നിഷ്ഠ 2-ാം ദിനത്തിൽ തന്നെ അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളതിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിഭജനം സഭയ്ക്കുള്ളിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ് ആഗോള കത്തോലിക്ക സഭയുടെ മഹാ ഇടയനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് എന്നതും പ്രത്യേകതയാണ്. ലിയോ 14-ാമൻ എന്നായിരിക്കും ഇദ്ദേഹം അറിയപ്പെടുക. വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അജയ് ജോയിയാണ്.